ഹായ്, എൻ്റെ പേര് മെഹർ. ഞാൻ ടിങ്കറപ്പ് ഫൗണ്ടേഷൻ്റെ കോ-ഫൗണ്ടറാണ്. ടിങ്കറപ്പ് ഒരു മേക്കർ കമ്മ്യൂണിറ്റിയാണ്. പുതിയ സാധനങ്ങൾ ലേൺ ചെയ്യുന്നതിൽ ബിൽഡ് ചെയ്തതിൽ കുഞ്ഞു കുഞ്ഞു ടെക്നോളജി അല്ലെങ്കിൽ ചെറിയ റോബോട്ട്, ചെറിയ ആപ്പ്, ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ലേൺ ചെയ്യാൻ ബിൽഡ് ചെയ്യാനൊക്കെ ഉള്ള വൈബുള്ള ആൾക്കാരുടെ ഒരു കുഞ്ഞു കളക്റ്റീവാണ് ടിങ്കറപ്പ്. ലാസ്റ്റ് 10 വർഷമായിട്ട് ടിങ്കറപ്പ് കേരളത്തിനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കോളേജിനുള്ളിൽ ചെറിയ ലേണിംഗ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പ്രൈമറി മോഡൽ. അതിന് പുറമെ നമ്മൾ ഇപ്പോൾ ടിങ്കർ സ്പേസിലാണുള്ളത്. കൊച്ചിയിലൊരു പബ്ലിക് ലൈബ്രറി ഫോർ ഹാക്കേഴ്സ് പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. ആർക്കും വരാം. ടെക്നോളജി ലേൺ ചെയ്യണം, എനിക്കൊരു AI എന്തെങ്കിലും സാധനം ചെയ്ത് നോക്കണം, ഒരു കുഞ്ഞെന്തെങ്കിലും സാധനം 3D പ്രിന്റ് ചെയ്ത് നോക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആണ്. വട്ട് ഡു ഐ ഫീൽ അബൌട്ട് മീനിങ് ഫുൾ എഡ്യൂക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആൾക്കാരെ ട്രൂ ടു ദംസെൽഫ് ആവാൻ എനേബിൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ വുഡ് ഹാവ് ബീൻ ലൈക്ക് സോ മച്ച് ഗ്രേറ്റ് എനിക്ക് തോന്നുന്നു. ഐ ലൈക്ക് ടു റീഡ്, ഐ ലൈക്ക് ടു റൈറ്റ്, ഐ ലൈക്ക് ടു തിങ്ക്, ഐ ലൈക്ക് ടു ഹാവ് എ സ്ലോ ലൈഫ്. അപ്പം എനിക്ക് പേഴ്സണലി അതിനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പുതിയ ക്ലാസ്സിൽ പഠിക്കുന്ന ലൈബ്രറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർക്ക് അവരുടെ ഒരു കുറെ കൂടി ട്രൂ ടു ദംസെൽഫ് എന്താന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവന്യൂ ഉണ്ടായിരുന്നെങ്കിൽ, റാദർ ദാൻ നമ്മള് ഇന്ത്യയിലെ സാധനങ്ങളൊക്കെ പഠിക്കുന്നതിനേക്കാളും ഐ വാസ് വെരി ക്യൂരിയസ് ടു ലേൺ തിങ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ, പക്ഷെ ഓരോരുത്തരുടെ ലേണിംഗ് മോഡൽ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ മേ ബി ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എൻ്റെ ഒരു മോഡലും ഇപ്പോഴത്തെ സിസ്റ്റത്തിന്റെ മോഡലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഹാഡ് ഗുഡ് മാർക്സ് അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് മോർ ലേൺ ചെയ്യാനുള്ള ഒരു അവന്യൂ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറെ കൂടി ആ ക്യൂരിയോസിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സ്പേസ് എനിക്കുണ്ടായി. പക്ഷെ എല്ലാവരുടെയും ലേണിംഗ് മോഡൽ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കില്ല. ചില ആൾക്കാർ ചെയ്തു നോക്കുന്നതിൽ ഇഷ്ടമുള്ള ആളായിരിക്കും, ചില ആൾക്കാർ ചിലപ്പോൾ ഇമാജിൻ ചെയ്തതിലേക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും ഒരേ മോഡൽ വെച്ച് അനലൈസ് ചെയ്തതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം എനിക്ക് തോന്നുന്നത് മേ ബി കുറച്ചും കൂടി പേഴ്സണലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, പക്ഷേ നമ്മളൊരു ഗവൺമെന്റ് സ്കെയിലിൽ ഭയങ്കര നാഷണൽ സ്കെയിലിൽ ഇത് ചെയ്യാൻ ചിലപ്പോൾ അത്ര ഈസി ആയിക്കോളല്ല. പക്ഷെ വാട്ട് ഇഫ് ദർ ആർ സം ഓൾട്ടർനേറ്റീവ് മോഡൽസോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈമുള്ള പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ടേക്ക് ഇറ്റ് സ്ലോ, അല്ലെങ്കിൽ ലെറ്റ് മീ എക്സ്പ്ലോർ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ദർ ഷുഡ് ബി പാർട്സ് എന്ന് ഐ ഫീൽ. ആൻഡ് അങ്ങനത്തെ എല്ലാ എക്സ്പെരിമെന്റ്സ് ആർ ലൈക്ക് റിയലി exciting to be like they should exist, and let's see how it evolves.